ഇവൻ ഇതുവരെ എഴുന്നേറ്റില്ലയോ? ഞാൻ പ്രിങ്കു, ഞാൻ എഴുന്നേക്കാന്. നിന്നെ വളർത്താൻ എന്റെ കയ്യിൽ ഒരു മാർഗമുണ്ട്. കമാൻഡിൽ ആക്ടിവേറ്റ് ആണ്. നീ എന്റെ നടു പഠിച്ചില്ലയോ? നിനക്കൊന്ന് വിളിച്ചാ പോരായിരുന്നോ? ഒരു 10,000 തവണ ഞാൻ വിളിച്ചതാ, എഴുന്നേക്കണ്ടായോ? കാണിച്ചു തരാം കേട്ടോ. പൈസയൊക്കെ ആവുമ്പോളേ ഞാൻ നിന്നെ വിറ്റിട്ട് ഒരു ഹ്യൂമനോയിഡ് റോബോട്ടിനെ വാങ്ങും കേട്ടോ. പിന്നെ കഴിഞ്ഞ 5 വർഷമായിട്ട് ഇത് തന്നെ പറയുന്നത്. വാങ്ങൂടാ. ചൊവ്വേന്നേ ഈ ഓണത്തിന്റെ ഒരു ചിറ്റപ്പ വരുന്നുണ്ട്. ചിറ്റപ്പ വരുമ്പോളേ എനിക്ക് ടിപ്പ് വരും. ആ ടിപ്പ് വെച്ചിട്ട് ഞാൻ വാങ്ങും കേട്ടോ. മാല എടുക്കുന്നു, പോയി പല്ല് വെച്ചിട്ട് കളി. മാ തുറക്കണം അങ്ങോട്ട്. ഞാൻ തല കഴുത്തിയേ, ഞാൻ പല്ല് കാണിച്ചേ. ഉപ്പ് വിഴുങ്ങി മടിയൻ. ഓ, ഇവിടെ സുഖിച്ചിരിക്കണല്ലോ. എടാ, നീ രാവിലെ എഴുന്നേറ്റെന്ന് പറഞ്ഞേ ഞാൻ അച്ഛനും അമ്മയ്ക്ക് ഫോളോ അപ്പ് കൊടുത്തിട്ടുണ്ട്. രാവിലെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോ? വല്ലതും ചെയ്തായിരുന്നു? പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. ആൽഫാം അല്ലെങ്കിൽ എനിക്ക് വേണ്ട. ഇന്ന് ബുധനാഴ്ച അല്ലയോ, ഓട്ടോമാറ്റിക് ആയിട്ട് ഓർഡർ പോയിട്ടുണ്ട്. വന്ന് സാധനം വന്ന് പോയി വാങ്ങിച്ചിട്ടോ. എടാ, ഞാനൊരു വോയിസ് അസിസ്റ്റൻസ് മാത്രമാണ്, ഞാനൊരു റോബോട്ട് അല്ല. നീ മറക്കുന്നു പല തവണയും കേട്ടോ. ഓ, അപ്പൊ അത് ഞാൻ തന്നെ ചെയ്യണമായിരിക്കും ഇല്ലയോ? എന്റെ ഒരു അവസ്ഥ. ഓണമെന്ന് കഴിയട്ടെ, ഞാൻ കാണിച്ചു തരാം. ഇത് ഈ ആണ്ടിലെങ്ങാനും വരുമോ? ഒരു GPS കറക്റ്റായിട്ട് ഡിറ്റക്ട് ചെയ്യാത്ത ഡ്രോണ്. പോയില്ലേ? ഞാനിതെടുത്ത് പൊക്കോ. എടാ, അവൻ ടിപ്പിന് വേണ്ടിട്ട് നിക്കുവാ. വന്നിപ്പോ റോബോട്ടിനെ വരെ ടിപ്പില്ലാതെ പറ്റത്തില്ല. അത് AI വെച്ചോണ്ട് റോബോട്ടിനെ ഉണ്ടാക്കിയാലേ അവര് മനുഷ്യന്മാരെ പറ്റി പഠിച്ചിട്ട് മനുഷ്യന്മാരെ കാട്ടി പിഴയായിട്ട് വരുവാ. ആ, ഇട്ടേക്കാ, പൊക്കോ. ഇടാന്ന്. എടാ, TV ഒന്ന് വെച്ചേ. പിന്നെ ആമസോൺ സ്റ്റോറിലെ പുതിയ ഫുഡിന്റെ ക്യാപ്സൂൾ വന്നിട്ടുണ്ട്. ചവയ്ക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല. എടാ, ഈ ചവച്ചരച്ച് കഴിക്കുന്നതിന്റെ സുഖമേ ഒന്നിനും കിട്ടത്തില്ല, അറിയോ? എന്ത് പറ്റി? ഞാൻ ഒരു 10,000 വട്ടം പറഞ്ഞൊരു ടിവിക്കകത്ത് ഈ സ്മെല്ല് കിട്ടുന്നതും ഫീൽ കിട്ടുന്ന ഓപ്ഷൻ ഓഫ് ആക്കിയിട്ടുണ്ടോന്ന്. കഴിച്ചോണ്ടിരിക്കുമ്പോഴാണോ ബാത്റൂം സീനിന്റെ മറ്റേ ഇടുന്നത്? മോഡൽ അടിച്ച മനുഷ്യർ ഓഫ് ആക്ക്. അയ്യോ, ഞാൻ അതങ്ങ് മറന്നുപോയി. എടാ, ഈ മനുഷ്യന്മാർക്ക് മടിയാകാം, പക്ഷെ നിന്നെപ്പോലുള്ള അസിസ്റ്റൻസിന് മടി വരാൻ പാടില്ല. ആ ഫീല് മാത്രം ഒന്ന് ഓണാക്കി. എവിടായിരുന്നു? അങ്ങ് കറുത്തു പോയല്ലോ. കറുത്തു പോയില്ലയോ? പാലക്കാട് ഒരപ്പച്ചിയുടെ മോടെ കല്യാണം ഉണ്ട്, പോയിട്ട് വരുന്ന വഴിയാ. ഓ, എടാ, ഫുഡ് കഴിച്ചോണ്ടിരിക്കാന്നോ? പെട്ടെന്ന് കഴിക്കും. നീ ഒന്നും അറിയില്ലയോ? എന്തുവാടാ? എടാ, 15 പേരാടാ മരിച്ചത്. എങ്ങനെ? എടാ, ഫുഡ് തുറന്ന് 5 മിനിറ്റ് കഴിച്ചപ്പോഴേ ഫുഡ് കണ്ടാമിനേറ്റഡ് ആയി പോയി. എടാ, ഞാനത് അറിഞ്ഞ്. ഞാനാണെങ്കിൽ 4.45 ആയപ്പോഴത്തേക്ക് കഴിച്ചു. സംശയം ഉണ്ടെങ്കിൽ പ്രിങ്കിനോട് ചോദിക്കും. പ്രിങ്ക് പറഞ്ഞുകൂട്. ഞാൻ തീറ്റിപ്പിച്ചായിരുന്നു. പിന്നെ ഒരു ജീവിതാഭിലാഷം ഞാൻ സാധ്യമാക്കിയിട്ടുണ്ട്. എന്താ കെട്ടിയാ? മീറ്റ് മൈ ന്യൂ അസിസ്റ്റന്റ് ചുപ്ലി AI ഹ്യൂമനോയിഡ് റോബോട്ട്. ഇതുണ്ടെങ്കിൽ കല്യാണം പോലും കഴിക്കണ്ട. എന്തൊരു ഒറിജിനാലിറ്റി ഉള്ള റോബോട്ടാ. ഇവനെ എങ്ങനെയെങ്കിലും തട്ടണം. മുതലാളി, എടാ, നീ പോഷകാഹാരമൊന്നും കഴിക്കുന്നില്ലടാ. മുഖത്തൊക്കെ ഒരു ഡൾനെസ്. എടാ, അത് ചെറുക്കൻ എന്റെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ലടാ. ഇനി അങ്ങനെ വേണം. സാർ പ്ലീസ് ആ കൈരളി സാറ്റലൈറ്റ് ചാനൽ ഒന്ന് വെക്കാവോ? ഡിങ്കന്റെ ഇന്റർവ്യൂ ഉണ്ട്. പ്രൊഫസർ ഡിങ്കന്റെ ഇന്റർവ്യൂ. പ്രിങ്കെ വെക്കടാ.
ഫുഡിൽ പുതിയ കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ് പ്രൊഫസർ ഡിങ്കൻ സാർ. സാർ എന്താണ് സാർ താങ്കളുടെ പുതിയ കണ്ടുപിടുത്തം? രാത്രിയിൽ നമ്മളുടെ റൈസ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ രാവിലെ എടുത്തിട്ട് കുറച്ച് തൈറും ഉണ്ടമുളകും ഫ്രൈഡ് ഫിഷും കൂടെ എടുത്തിട്ടുണ്ടല്ലോ. ഇതെന്റെ അച്ഛൻ പണ്ട് പറഞ്ഞിട്ടുള്ള സാധനമാണല്ലോ പഴങ്കഞ്ഞി. അത് ഗവേഷണത്തിൽ കണ്ടുപിടിച്ചു. കള്ള പന്നി. ലോകം എത്ര വികസിച്ചെന്ന് പറഞ്ഞാൽ എത്രയൊക്കെ ഫുഡ് ലോകത്ത് വന്നെന്ന് പറയണം. പൊറോട്ടയും ബീഫിനെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കും. എന്റെ ഫേവറേറ്റ് അത് തന്നെ. എടാ നമ്മുടെ ദിൽകേഷിനെ കാണാറുണ്ടോടാ? ഇല്ലടാ, കൊറേ നാളായി. എടാ ദിൽകേഷിനെ ഒന്ന് വിളിച്ചേ. ആ എടാ ദിൽകേഷേ. എടാ ദിൽകേഷേ. എടാ നീ ആ സാറ്റലൈറ്റ് വഴിയേ അവനെ ലൊക്കേറ്റ് ചെയ്തേ. അവൻ മയങ്ങി കിടക്കുന്നടാ. ബാടാ അവനെ രക്ഷിക്കേ. ബാ നിന്റെ എയർ കാർ എടുക്ക്. എടാ പപ്പ റീചാർജ് ചെയ്തില്ല, അതുകൊണ്ട് ഫ്യൂവൽ ഇല്ല. സാർ ഗിൽഗേഷിന്റെ വീട് 2 വീട് അപ്പുറമാണ്. നടന്നാലും അങ്ങോട്ട് ചെല്ലാം. എടാ നമ്മുടെ ഗിൽഗേഷ് പോയെന്നാ തോന്നുന്നേ. നോ നോ, ജീവനുണ്ട്. എടാ ഗിൽഗേഷേ, ഗിൽഗേഷേ. എന്തുകൂടെ ഇത് കിടന്നുകൊണ്ട് മണ്ണ് ടെസ്റ്റ് ചെയ്യുവാണോ? എടാ ഒന്നും പറയണ്ട, ഞാനൊരു ഡയറ്ററി റോബോട്ടിനെ വാങ്ങിച്ചു. എന്നിട്ട് എന്റെ പന്നളയെ ഓരോ സെക്കൻഡിലും BP, ഷുഗർ, കൊളസ്ട്രോൾ എല്ലാം ചെക്ക് ചെയ്തോണ്ടിരിക്കുക. എന്നിട്ട് എപ്പ കുറഞ്ഞാലും അവൻ എന്നെ കൊണ്ട് എക്സസൈസ് ചെയ്യിക്കും, പച്ചക്കറി തീറ്റിക്കും. ഇത് തന്നെ പിന്നെ ജയിപ്പിച്ചോണ്ടിരിക്കുന്നത്. എടാ അതിനെന്തിനാടാ മണ്ണ് തിന്നുന്നേ? എടാ രാവിലത്തെ ടാസ്ക് ആണ് ഫ്രഷ് പച്ചക്കറി തിന്നണമെന്ന്. ഫ്രഷ് ക്യാരറ്റ് മുളച്ചു വരുന്നുണ്ട്, അത് കണ്ടാമിനേറ്റ് ആവുന്നതിന് മുമ്പ് കഴിക്കുക. ഭാഗ്യത്തിന് ഡയറ്ററി ടൈപ്പ് റോബോട്ടിനെ മേടിക്കാതെ യൂളെ മേടിച്ചു. ഓടാ പറ്റി. 50 പുഷപ്പ്, 50 പുഷപ്പ്. എടാ ഈ കാലിനെ ഓഫ് ചെയ്യാൻ എന്തെങ്കിലും വഴി ഉണ്ടോ? അയ്യോ എടാ വിശക്കുന്നടാ. എന്റെ കയ്യിലൊന്നും ഇല്ല, പൈസ ഇല്ല. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യട്ടെ. എടാ എന്ന് ഇവനെ വിളിച്ചോണ്ട് പറഞ്ഞേ. എന്തിനാടാ? അല്ലെ ഏതെങ്കിലും ഡ്രോണേ എറിഞ്ഞിട്ട് ഫുഡ് കഴിക്കാമല്ലോ.